Divided Times: How Literature Teaches to Understand Others by Amanda Michelopoulos. Amanda Michelopoulos was born in Athens, Greece in 1966, and after her graduation she went to Paris to study journalism. For many years she worked as a columnist for Greek newspaper, and in 1994 she won the award for her story Life is Colorful Outside, and she went on to study in different countries like Germany, France and USA and Switzerland. And she is a prolific writer, and many of her writings have been translated into different languages, and she now lives in Athens as a teacher of creative writing. Then novel short stories have been translated in 10 languages, and in 2013 her novel Why I Killed My Best Friend was published by Open Letter USA. Then the article is an extracted from the opening speech of the Second International Literature Festival of Odisha and translated from Greek by Karen Emmerich. This is important one. This article is an extracted from the opening speech of a Second International Literature Festival of Odisha and translated from Greek by Karen Emmerich. Then introduction. Literature is defined as a reflection of society and what happens around us. So literature എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിയാലിറ്റി കാണിച്ചു തരുന്നു. ഇറ്റ്സ് എ മിറർ ഓഫ് ദി സൊസൈറ്റി എന്നാണ് പറയുന്നത്. And as the time passes, literary works are viewed as the imagination of the dominant class. നമുക്ക് ടൈം പ്രോഗ്രസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും ദ പോയംസ്, സ്റ്റോറീസ് ആൻഡ് പ്ലേസ് ആർ സീൻ ആസ് ഇമാജിനേഷൻ ഓഫ് ഡോമിനൻറ്റ് റേസസ്, ക്ലാസസ് ആൻഡ് കാസ്റ്റ്. അതായത് സമൂഹത്തിൽ മുന്നിൽ നിൽക്കുന്നവരെ കുറിച്ചിട്ടുള്ള സ്റ്റോറീസൊക്കെ ആയിരിക്കും മിക്കവാറും എഴുതിയിട്ടുള്ളത്. ആൻഡ് ദ ഹ്യൂമാനിസ്റ്റ് പെർസെപ്ഷൻ ഓഫ് ലിറ്ററേച്ചർ ആർഗ്യൂഡ് ദാറ്റ് classical authors have created heroes that challenge the perception of the dominant classes. നമ്മളുടെ ഏജ് ഓഫ് ക്ലാസിക്കൽ ലിറ്ററേച്ചർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലുള്ള ഹീറോസൊക്കെ എന്താണ്, ചാലഞ്ചിങ് ആയിട്ടുള്ള ആളുകളാണ്. അതായത് ഡോമിനൻറ്റ് ക്ലാസ്സിനെ എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഹീറോസ് ആയിരിക്കും കൂടുതലായിട്ട് കാണുന്നത്. സോ ഇൻ അതർ വേർഡ്സ് ഓൾ ഹീറോസ് ആർ ആൻറ്റി ഹീറോസ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഡോമിനൻറ്റ് ക്ലാസ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. സോ അപ്പോൾ നമുക്ക് അവരെ എന്ത് വിളിക്കാം, ഹീറോസിനെല്ലാം ആൻറ്റി ഹീറോസ് എന്ന് വിളിക്കേണ്ടതായിട്ട് വരുന്നു. Then Amanda Michelopoulos raises the question of how old classics can be read innovatively in the modern age against the majoritarian perspective of media. സോ ഈ അമാൻഡ പറയുന്നത്, ഈ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിറ്ററേച്ചറിനെ നമുക്ക്, അതായത് ഈ ക്ലാസിക്കൽ വർക്ക്സിനെ നമുക്ക് എങ്ങനെ ഇന്നൊവേറ്റീവായിട്ട് വായിക്കാം, അതായത് ഈ മോഡേൺ ഏജിലോട്ട് കമ്പയർ ചെയ്തിട്ട് എങ്ങനെ വായിക്കാം എന്നാണ് പറയുന്നത്. ദെൻ ഡിവൈഡഡ് ടൈംസ് ഹൗ ലിറ്ററേച്ചർ ടീച്ചേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ അതർ is the opening speech delivered in the Second International Literature Festival of Odisha in the backdrop of the heated discussions regarding the other. സോ ഈ ഹീറ്റഡ് ഡിസ്കഷൻസ്, അതായത് അതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, മറ്റൊരു കാറ്റഗറിയാണ്, നമ്മളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ഒരു കാറ്റഗറിയാണ് ഈ അതർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാറ്റഗറിയിൽ പെട്ടവരുടെ ലിറ്ററേച്ചർ, അതിനെയൊക്കെ കുറിച്ചിട്ടുള്ള ഒരു ഹീറ്റഡ് ഡിബേറ്റിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുള്ള ഒരു സ്പീച്ചാണ് ഈ ആർട്ടിക്കിൾ. Then especially about refugees, sexual minorities and marginalized people. അപ്പോൾ ഇവിടെ അമാൻഡ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് റെഫ്യൂജീസ്, അതുപോലെ തന്നെ സെക്ഷൽ മൈനോറിറ്റീസ് ആൻഡ് മാർജിനലൈസ്ഡ് പീപ്പിൾ, അവരെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ദെൻ ലിറ്ററേച്ചർ ഹെൽപ്പ് അസ് ടു സീ ദ സ്റ്റോറീസ് ഓഫ് അതർ. അപ്പോൾ മറ്റുള്ളവരുടെ ജീവിതം നമുക്ക് അതിലൂടെ കാണിച്ചു തരുന്നുണ്ട്. ദെൻ അതിനുള്ള എക്സാമ്പിളാണ് ലൈഫ് ഓഫ് പൈ, ദ കൈറ്റ് റണ്ണർ ആൻഡ് ദ പിക്കപ്പ്. സോ ഇതൊക്കെ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള നോവൽസാണ്. ഈ മൂന്നെണ്ണം പറയുന്നത് മൈഗ്രേഷനെ കുറിച്ചിട്ടാണ്. ലൈഫ് ഓഫ് പൈ എന്നുള്ള ഫിലിം ഒരുവിധം എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നതാണ്. ഇവർ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നതിനിടയിലാണ് ഈ കുട്ടി അപകടത്തിൽ പെടുന്നതും അതുപോലെ തന്നെ ഷിപ്പ് അപകടത്തിൽ പെടുന്നതും ഈ കുട്ടിയും പിന്നെ അതുപോലെ തന്നെ ഒരു ടൈഗർ ഒരുമിച്ച് ഒരു ബോട്ടിൽ ആവുന്നതും.
ദെൻ കൈറ്റ് റണ്ണർ ഒരു സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ അതുപോലെ തന്നെ പാകിസ്ഥാൻ, ഇന്ത്യ അവർ 3 പേരുടെ ആ സെപ്പറേഷൻ്റെ ടൈമിൽ വരുന്ന ഒരു നോവലാണിത്. അപ്പോൾ ഇതിൽ പാർട്ടീഷൻ നടക്കുമ്പോൾ വരുന്ന മൈഗ്രേഷനും അതുപോലെ തന്നെ മിലിറ്ററിയിൽ കാണിക്കുന്ന മിലിറ്ററിക്കാരുടെ ഓരോരോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അവർ സാധാരണക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ടെററിസം, അതുപോലെ തന്നെ കുട്ടികൾക്കുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ, ചൈൽഡ് അബ്യൂസസ്, അതെല്ലാം കാണിക്കുന്ന നോവലാണ് കൈറ്റ് റണ്ണർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഇപ്പോഴത്തെ എക്സാമ്പിൾസ് ആണ്. അതായത് ഇപ്പോൾ നമ്മൾക്ക് പ്രസൻറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അദറിനെ കുറിച്ച് സംസാരിക്കാമെങ്കിൽ ബെസ്റ്റ് എക്സാമ്പിളായിട്ട് ഈ 3 നോവൽസും എടുക്കാമെന്നാണ് അമാൻഡ പറയുന്നത്. According to Amanda, it is the right time to reread or deconstruct the classical literature and find out new text and experience that reflect the contemporary realities from it. അമാൻഡ പറയുന്നത് ഈ ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാമെന്നാണ്, ഈ ക്ലാസിക്കൽ ലിറ്ററേച്ചറിനൊക്കെ റീറീഡ് ചെയ്യാമെന്നാണ്. ഇതൊരു ബെസ്റ്റ് ടൈമാണ് ഡീകൺസ്ട്രക്റ്റ് ചെയ്യാനായിട്ട്. സോ അവർ പറയുന്നത് കോണ്ടംപററി റിയാലിറ്റീസിൽ ക്ലാസിക്കൽ ലിറ്ററേച്ചർ വെച്ച് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സാമ്യങ്ങളും കാണാനായിട്ട് പറ്റും. സോ അതിന് അവരെടുത്തിട്ടുള്ള ബുക്സാണ് ഇനി പറയുന്നത്. അമാൻഡ മേക്സ് ആൻ അറ്റംപ്റ്റ് ടു റീറീഡ് ദ ക്ലാസിക്സ് ഓഫ് യൂറോപ്യൻ ലിറ്ററേച്ചർ. യൂറോപ്യൻ ലിറ്ററേച്ചറിലെ വർക്ക്സുകളാണ് എടുത്തിരിക്കുന്നത്. ഹാംലെറ്റ്, ഒഡീസി, ഡോൺ ക്വിഹോട്ടി ആൻഡ് ദ സോറോ ഓഫ് യങ് Werther in her speech and present the text with a new perspective. ഇതിൽ ഇത്രയും വർക്ക്സാണ് റീറീഡ് ചെയ്യാനും ഡീകൺസ്ട്രക്റ്റ് ചെയ്യാനായിട്ട് അമാൻഡ എടുത്തിരിക്കുന്നത്. സോ ഫിക്ഷൻ പ്ലേസ് ആൻഡ് വിറ്റൽ റൂൾ ഓഫ് ഡ്രാമറ്റൈസിങ് ഡിഫറൻസസ് ആൻഡ് കറേജിയസ് സിമ്പതി. സോ ഇവിടെ പറയുന്നത് മറ്റുള്ളവരിലൊരു സിമ്പത്തി, അതുപോലെ തന്നെ മറ്റുള്ളവരിലൊരു സഹതാപം എല്ലാം സൃഷ്ടിക്കാനായിട്ട് ഫിക്ഷൻസിന് കഴിയുമെന്നാണ് പറയുന്നത്. ദെൻ ദ ഫസ്റ്റ് വൺ ഈസ് ഹാംലെറ്റ്. ഹാംലെറ്റ് ഷേക്സ്പിയറിൻ്റെ ഒരു ഗ്രേറ്റ് വർക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. സോ ഹാംലെറ്റിൻ്റെ സ്റ്റോറി ഇതാണ്. പ്രിൻസ് ഹാംലെറ്റ് തൻ്റെ പിതാവ് മരിച്ചു എന്ന ദുഃഖം പിതാവ് മരിച്ചു എന്നുള്ള ദുഃഖത്തിൽ ഇരിക്കുന്ന ടൈമാണ്. സോ ഈ സമയത്ത് തന്നെ പ്രിൻസ് ഹാംലെറ്റ് ഒരു കാര്യം കൂടി കേൾക്കുന്നു. അവൻ്റെ അമ്മ ജെട്രൂഡ് അങ്കിളിനെ കല്യാണം കഴിച്ചു, അതായത് ക്ലോഡിയസിനെ കല്യാണം കഴിച്ചു എന്നാണ് അറിയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും രാജ്ഞീനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ രാജാവ് ക്ലോഡിയസ് ആയിരിക്കും. ഈ സമയത്ത് പ്രിൻസ് ഹാംലെറ്റിൻ്റെ അച്ഛൻ്റെ പേര് കിങ് ഹാംലെറ്റ് എന്നാണ്. അത് മരിച്ചു എന്ന് പറഞ്ഞു. ആളുടെ ഗോസ്റ്റ് പ്രിൻസ് ഹാംലെറ്റിൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്, എന്നെ കൊന്നത് ക്ലൗഡിയസ് ആണ്, സോ അയാളെ വെറുതെ വിടരുതെന്ന് പറയുന്നു. ഇതിനെ തുടർന്ന് ഹാംലെറ്റിൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇനി പറയുന്നത്. അപ്പോൾ പ്രിൻസ് ഹാംലെറ്റിനെ ആകെ കൺഫ്യൂഷനായി. ഇത് ഗോസ്റ്റ് ആണോ, ഈ ഗോസ്റ്റ് പറയുന്നത് സത്യം തന്നെയാണോ, അല്ലെങ്കിൽ പ്രിൻസ് ഹാംലെറ്റിന് ഒരു ദേഷ്യം ഉണ്ടായിരുന്നു. കാരണം അച്ഛൻ മരിച്ചിട്ട് ഒരാഴ്ച ആവുന്നതിന് മുന്നെയാണ് അമ്മ അങ്കിളിനെ വിവാഹം കഴിക്കുന്നത്. അപ്പോൾ ഈ അങ്കിളിനെ വിവാഹം കഴിച്ച ഒരു ദേഷ്യം അവൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി കൺഫ്യൂഷൻ ആയപ്പോൾ പിന്നെ അടുത്തത് അവൻ ചിന്തിക്കുകയാണ്, അവൻ ആലോചിക്കുകയാണ് എന്ത് ചെയ്യണം, അവനിനി ജീവിക്കണോ മരിക്കണോ, അതോ കിങ്ങിനെ കൊന്നവരോട് പകരം ചോദിക്കണോ, ഒന്നും അറിയാണ്ട് ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റിലോട്ട് അവൻ എത്തുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ പിന്നെ ലാസ്റ്റ് എന്തുണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡ്യുവൽ ഉണ്ടാവുകയാണ്. ആ ഡ്യുവലിൽ വെച്ചിട്ട് പോയ്സണായിട്ട് മരിക്കുകയാണ് ചെയ്യുന്നത് എല്ലാവരും. ദെൻ അടുത്തൊരു സ്റ്റോറി എന്ന് പറയുന്നത്, സ്റ്റോറി അല്ല, ഇതൊരു എപ്പിക് പോയമാണ്, ഒഡീസി എന്ന് പറഞ്ഞിട്ട് ഹോമറിൻ്റെ. സോ ഇതുപോലെ തന്നെ വേറെ ഒന്നുണ്ട്, ഇല്ലിയഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒഡീസിയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഡീസിയസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു രാജാവുണ്ട്. ഇതാക്കയിലെ കിങ് ആയിരുന്നു. സോ ഇതാക്കയിലെ കിങ് വാറിൽ പങ്കെടുത്ത് തിരിച്ചു വരുമ്പോൾ ഒരു കപ്പൽ പൊളിഞ്ഞു പോകുന്നു. അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. കുറേ വർഷങ്ങൾക്ക് ശേഷം അയാൾ നാട്ടിലോട്ട് തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോൾ വൈഫോ മക്കളോ ആരും തന്നെ ഇദ്ദേഹത്തെ തിരിച്ചറിയുന്നില്ല. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് മക്കളെയും തിരിച്ചറിയാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുന്നതാണ് ഈ ഒഡീസി എന്ന് പറഞ്ഞിട്ടുള്ളതിലുള്ളത്. അപ്പോൾ ഇതിൽ കുറേ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അയാൾ യാത്ര പോകുമ്പോൾ യുദ്ധം കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഉണ്ടാകുന്ന കുറേ സംഭവങ്ങളൊക്കെ ഈ ഒരു ബുക്കിൽ പറയുന്നുണ്ട്. ദെൻ അടുത്താണ് സോറോ ഓഫ് യങ് വെർത്തർ.
ഇതിൽ വേർത്തർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷാർലറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേഡീനെയായിട്ട് അഫെയർ ആവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇയാൾക്ക് അറിയുന്നില്ല ഈ ഷാർലറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ലേഡി ഓൾറെഡി കമ്മിറ്റഡ് ആണെന്ന്. അപ്പോൾ അവസാനം ഇയാൾ ഈ സ്നേഹബന്ധം നല്ല കാര്യമായി സീരിയസ് ആയി കൊണ്ടുപോകുന്നു. അവസാനമാണ് ഇയാൾ സത്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. അങ്ങനെ അയാൾ ദുഃഖത്തിൽ മരിക്കുകയാണ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വണ്ണാണ് ഡോൺ കിഹോട്ടി. സോ ഡോൺ കിഹോട്ടി എന്ന് പറഞ്ഞതിൽ 2 പാർട്സ് ആയിട്ടാണ് നോവൽ വരുന്നത്. ഒന്ന് 1605 ഒന്ന് 1615 ഈ നോവൽ ഇറങ്ങുന്നത്. സോ ഇതിൽ പറയുന്നത് അലോൺസോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട്. അലോൺസോ കിറ്റ്സോട്ടി അങ്ങനെയുള്ള ഒരാളുടെ ലൈഫാണ് പറയുന്നത്. ഇയാൾ ചെറുപ്പം മുതലേ ഷിവർലിക് നോവൽസ് വായിച്ചിട്ടാണ് പറയുന്നത്. ദെൻ ലാസ്റ്റ് ഇയാൾക്ക് മെൻ്റലാവുന്ന പോലെയാണ്, അയാളുടെ സാനിറ്റി നഷ്ടപ്പെടുന്നു. ദെൻ അയാൾ സ്വയം വിചാരിക്കുകയാണ്, ഞാനൊരു നൈറ്റാണ്, ഞാൻ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടായതാണ്, ഞാനൊരു സോൾജറാണെന്ന് പറഞ്ഞ് ഒരു വയ്യാത്ത ഒരു കുതിരപ്പുറത്ത് കയറി ഇയാൾ യാത്ര പോകുന്നു. അങ്ങനെ ഓരോരുത്തരെ രക്ഷിക്കുക. ഇയാൾ ഒരു ഇമാജിനേഷനിൽ ഇയാൾ ഓരോ ആളുകളെ സൃഷ്ടിക്കുകയും അങ്ങനെ അതിൽ നിന്ന് ഇയാൾ മറ്റുള്ളവരെ രക്ഷിക്കുന്നതായി വിചാരിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഇതിലൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻഡ് മിൽസ് ഉണ്ട്, കാറ്റാടി. അതിൻ്റെ അതിന് പോകുമ്പോൾ ഇയാൾക്ക് അതെല്ലാം ഒരു രാക്ഷസന്മാർ, ഒരു ഭീകര ജെയിൻസായിട്ട് തോന്നുകയും അവരോട് ഫൈറ്റ് ചെയ്യാൻ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വിൻഡ് മില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സാധനമാണ്. അതിനോട് ഫൈറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇയാൾക്കാണ് പരിക്ക് പറ്റുക. അപ്പോൾ ഇയാൾ ചെയ്യുന്ന ഈ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് മണ്ടത്തരങ്ങളായിട്ട് തോന്നുന്നു. അപ്പോൾ ഈ മണ്ടത്തരങ്ങൾ കുറേ പേര് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്, കുറേ പേര് ഇയാളെ കളിയാക്കുന്നുണ്ട്, അടിച്ചോടിക്കുന്നുണ്ട്, കുറേ പേര് ഇയാളെ ആക്ഷേപിക്കുകയെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇയാൾക്ക് എപ്പോഴും സന്തത സഹചാരി എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരാളും കൂടി കൂട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇയാളൊരു സോൾജറാണ് എന്ന് സ്വപ്നം കണ്ട് കാണിച്ചു കൂട്ടുന്ന മണ്ടത്തരങ്ങളാണ് ഈ ഡോൺ കിഹോട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഈ നോവലിൽ ഉള്ളത്. ഇനി നമുക്ക് ടെക്സ്റ്റിലോട്ട് പോകാം. അപ്പോൾ ഇത്രയും ഇതൊരു ബേസിന് വേണ്ടി പറഞ്ഞിട്ടുള്ളതാണ് ഈ സ്റ്റോറീസൊക്കെ, നിങ്ങൾക്കൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ടെക്സ്റ്റിലോട്ട് ഈ ഫസ്റ്റ് പാരഗ്രാഫ് തുടങ്ങുന്നത് തന്നെ ഒരു സ്റ്റോറി പറയുന്ന പോലെയാണ്. വൺസ് ഫോർ പീപ്പിൾ, അതായത് വൺസ് അപ്പോൺ എ ടൈം ദർ വാസ് എ ഗ്രീക്ക്, ആൻ ഇംഗ്ലീഷ്മാൻ, എ ജർമ്മൻ ആൻഡ് എ സ്പാനിയൻ. ഒരു ഗ്രീക്ക്മാൻ, അതുപോലെ തന്നെ ഇംഗ്ലീഷ്മാൻ, ജർമ്മൻ ആൻഡ് സ്പെയിൻകാരൻ. ഇവർ 4 പേരും കൂടി ഡിസൈഡ് ചെയ്യാണ് ടു റൈറ്റ് എ സ്റ്റോറി ഈച്ച് ടു എക്സ്പ്ലെയിൻ ദ ഹ്യൂമൻ കണ്ടീഷൻസ്. അപ്പോൾ ഇവർ 4 പേരും സ്റ്റോറി എഴുതാൻ തീരുമാനിക്കുന്നു. എന്തിനെ കുറിച്ചിട്ടുള്ളതാണ്? ഹ്യൂമൻ കണ്ടീഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് സ്റ്റോറി. Then the Greek said, I am going to write about a man who is tossed about the seas after a war, and when he finally returns home, no one, not even his wife, recognize him. സോ ഗ്രീക്കുകാരൻ സ്വാഭാവികമായിട്ടും എഴുതുന്നത് എന്താണ്? യുദ്ധത്തിന് പോകുന്ന ഒരാൾ മടങ്ങി വരുമ്പോൾ കപ്പൽ അപകടത്തിൽപ്പെടുന്നു. ദെൻ അയാൾക്ക് ഫേസ് ചെയ്യുന്ന അഡ്വഞ്ചേഴ്സ്. ദെൻ അതെല്ലാം മറികടന്ന് അയാൾ വീട്ടിലോട്ട് എത്തുമ്പോൾ ആർക്കും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയാവുന്നു. അങ്ങനെയുള്ള ഒരു സ്റ്റോറിയാണ് ഗ്രീക്കുകാരൻ എഴുതുന്നത്. Then next, Englishman. The Englishman said, I am going to write about a young, indecisive prince who can't decide whether life is worth it. പറയുന്നു ഇംഗ്ലീഷുകാരൻ എന്തിനെ കുറിച്ചിട്ടാണ് എഴുതുന്നത്? ഒരു രാജകുമാരനെ പറ്റിയാണ്. ഇപ്പം ഇംഗ്ലണ്ടിൽ അന്ന് നടക്കുന്ന സംഭവങ്ങൾ ആസ്പദമാക്കിയിട്ട് വേണം ഇവർക്ക് സ്റ്റോറി എഴുതാനായിട്ട്. അതുപോലെ തന്നെ ഈ ഗ്രീക്കുകാരൻ ഇങ്ങനെ ഒരു യോദ്ധാവിനെ കുറിച്ചിട്ടുള്ളൊരു സ്റ്റോറി എഴുതുന്നതിൻ്റെ കാരണം അന്നത്തെ കാലത്ത് ഗ്രീക്കിൽ നടക്കുന്ന സംഭവങ്ങൾ, ആ ഒരു യുദ്ധം അത് റിലേറ്റഡ് ആയിട്ടാണ്. അതുപോലെ തന്നെ ഈ ഇംഗ്ലീഷ്മാൻ ഈ സ്റ്റോറി ഹാംലെറ്റ് എഴുതാൻ കാരണം അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഈ ഹാംലെറ്റിൻ്റെ സ്റ്റോറിയോട് സാമ്യമുള്ളതുകൊണ്ടാണ്. സോ ഇംഗ്ലീഷ്മാൻ പറയുന്നു, ഒരു ചെറുപ്പക്കാരനായ തീരുമാനമൊന്നും എടുക്കാൻ പറ്റാത്ത ഒരു രാജകുമാരനെ പറ്റിയാണ് ഞാൻ എഴുതുന്നത്. അയാൾക്ക് ജീവിതം എന്താണെന്നറിയില്ല, ജീവിക്കണോ വേണ്ടേന്നറിയില്ല, അങ്ങനെ ഒരു കൺഫ്യൂഷനിൽ ഇരിക്കുന്ന ഒരാളെ പറ്റിയാണ് ഞാൻ എഴുതുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് സ്പാനിയ. വുഡ് റൈറ്റ് അബൌട്ട് എ ഫാമർ ഹൂ തിങ്സ് ഹീ ഈസ് എ നൈറ്റ്. ഇപ്പോൾ പറയുന്നത് സ്പാനിയർ ആരെന്നെ കുറിച്ചിട്ട് എഴുതും? ആ ഫാമറിനെ കുറിച്ചിട്ടാണ് എഴുതാൻ പോകുന്നത്. ഹൂ ബിലീവ്സ് ഹീ ഈസ് എ നൈറ്റ്. അയാൾ സ്വയം വിചാരിക്കുന്നു അയാളൊരു പടയാളിയാണ്, അയാളൊരു
പോരാട്ടങ്ങൾക്ക് വേണ്ടി അയാൾ നിയോഗിക്കപ്പെട്ടവനാണെന്ന് അയാൾ സ്വയം വിചാരിക്കുന്നു. ദെൻ സെറ്റ്സ് ഔട്ട് ഹിസ് റിക്റ്റി ഹോഴ്സ് ഫോർ എ സീരീസ് ഓഫ് മാഡ്ക്യാപ്പ് അഡ്വഞ്ചേഴ്സ്. വയ്യാത്തൊരു കുതിരേനെയും കൊണ്ട് അയാൾ അഡ്വഞ്ചേഴ്സിന് പോകുന്നു. ദെൻ ദ ജർമൻ സാഡ് ഐ എം ഗോയിങ് ടു റൈറ്റ് അബൌട്ട് എ യങ് മാൻ who falls passionately in love with someone else's wife and dies of love in the end. Then അപ്പോൾ ജർമ്മൻകാരൻ എഴുതാൻ പോകുന്നത് മറ്റൊരാളുടെ ഒരു ഭാര്യയായിട്ട് പ്രേമത്തിലാവുന്ന ഒരു ചെറുപ്പക്കാരനെയാണ്. ദെൻ അവസാനം എന്ത് സംഭവിക്കുന്നു, അയാൾ ഈ സ്നേഹം കൂടി പിന്നെ അവൾക്ക് അവൾ കമ്മിറ്റഡ് ആണ് എന്നുള്ള വിഷമങ്ങളെല്ലാം അറിഞ്ഞ് മരിക്കുകയാണ് ചെയ്യുന്നത്. ദെൻ ഇഫ് യു ലുക്ക് അറ്റ് തിങ്സ് സ്കീമാറ്റിക്കലി, that's more or less how Homer created the epic, Shakespeare the drama, and Cervantes the novel of Wanderlust, and Goethe cultivated the soil of romanticism. It could be a joke, but it is the history of European literature. നമുക്കിതെല്ലാം കേട്ട് കഴിഞ്ഞൊരു ജോക്കായിട്ട് തോന്നും, പക്ഷേ ഇതാണ് ഹിസ്റ്ററി ഓഫ് യൂറോപ്യൻ ലിറ്ററേച്ചർ. സെർവാൻസ് ഒരു വണ്ടർലസ്റ്റ്, അതിനെ അഴിഞ്ഞു നടക്കുന്ന ഒരു നാടോടിയായ ഒരാളെ തിരഞ്ഞെടുക്കുന്നു. ഹോമർ ഒരു എപ്പിക് ഉണ്ടാക്കി, അതുപോലെ തന്നെ ഷേക്സ്പിയർ ഒരു ഡ്രാമ ഉണ്ടാക്കി, അതുപോലെ തന്നെ കോതെ സോയിൽ ഓഫ് റൊമാൻറ്റിസിസത്തിനെ കുറിച്ചിട്ടാണ് എഴുതിയത്. സോ ഇതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഈ സ്റ്റോറിയൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ജോക്കായിട്ട് തോന്നിയേക്കാം, പക്ഷേ സത്യം ഇതാണ്, ഇറ്റ് ഈസ് ദ ഹിസ്റ്ററി ഓഫ് യൂറോപ്യൻ ലിറ്ററേച്ചർ. And the strange thing is, these characters after whom every modern and postmodern narrative follows are themselves deeply modern, marginalized anti-heroes. പിന്നെ ഇതിൽ പറയുന്നത് നമ്മൾ ഒന്നുകൂടി നോക്കുകയാണെങ്കിൽ എല്ലാ മോഡേൺ അല്ലെങ്കിൽ പോസ്റ്റ് മോഡേൺ, അതായത് ആധുനിക അല്ലെങ്കിൽ എക്സ്ട്രാ പോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള വർക്കുകളെല്ലാം തന്നെ ഈ ഒരു മാതൃകേനെയാണ് പിന്തുടരുന്നത്. ഇവരുടെ ഈ ക്ലാസിക്സിനെ കുറച്ചും കൂടി മാറ്റങ്ങൾ വരുത്തി അവർ മോഡേൺ റൈറ്റേഴ്സ് എഴുതുന്നു എന്നാണ് അമാൻഡ പറയുന്നത്. ഇവയിലെല്ലാം തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് നായക കഥാപാത്രങ്ങളാണ്. അവർ ആൻറ്റി ഹീറോസ് ആയിട്ടാണ് നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുന്നത്, കാരണം അവർ ഡോമിനൻറ്റ് ക്ലാസ്സസിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ ഹാംലെറ്റിലാണെങ്കിൽ പ്രിൻസ് ഹാംലെറ്റ് ഡോമിനൻറ്റ് ക്ലാസ്സസ് ആയ കിങ്ങിനോടാണ് മത്സരിക്കാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഡോൺ കിഹോട്ടിലാണെങ്കിൽ ഈ അലോൺസോ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ സ്വയം നൈറ്റാണെന്ന് വിചാരിച്ചിട്ട് അവനേക്കാൾ വലിയവരോട് മത്സരിക്കാൻ പോകുന്നത്, അത് ജെയിംസിനോട് മത്സരിക്കാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കാസിലുള്ള ആളുകളെ നേരിട്ട്, അങ്ങനെ ഇവരെക്കാൾ ഡോമിനൻറ്റ് ക്ലാസ്സസിലായിട്ടുള്ള ആളുകളോടാണ് ഇവർ എന്ത് ചെയ്യാൻ പോകുന്നത്, കോമ്പറ്റീഷനായിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ അവരെ നമുക്കൊരു ആൻറ്റി ഹീറോസ് നമുക്ക് വേണമെങ്കിൽ വിളിക്കാനായിട്ട് പറ്റും. Today we recognize them and meet them in the light of their popularity, their interpretations and distortions. But who are they really? What do the people around them think of them? അപ്പോൾ ഇവിടെ അമാൻഡ പറയാൻ പോകുന്നത് അവരാരാണ്, ശരിക്കും അവരാരാണ്, പിന്നെ അവരെക്കുറിച്ച് എന്താണ് നമ്മളൊക്കെ വിചാരിക്കുന്നത്. Then what image does literature give us about the dreams and quest of Europeans and their ancestors? അതുപോലെ തന്നെ പറയുന്നത് യൂറോപ്പിൻ്റെയും അതുപോലെ തന്നെ യൂറോപ്പിലെ ആളുകളെയും അവരുടെ പൂർവികരുടെയും സ്വപ്നങ്ങളെയും മറ്റും പറ്റി എന്ത് തരം ഒരു ഇമേജാണ് നമ്മുടെ സാഹിത്യം നൽകുന്നത്. അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനൊക്കെയാണ് ഇനി നെക്സ്റ്റ് വരുന്ന ഭാഗങ്ങളിൽ നമുക്ക് ഉത്തരം കിട്ടുന്നത്. സോ ഫസ്റ്റ് തന്നെ അമാൻഡ എടുക്കുന്നത് ഒഡീസസിൻ്റെ എക്സാമ്പിളാണ്. ലെറ്റ് us take Odysseus as an example. Before he reaches Ithaca, he washes upon the island of Phaeacians. അപ്പോൾ ഫീഷ്യൻസ് എന്ന് പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ അതിൻ്റെ എക്സാക്റ്റ് പ്രൊനൗൺസിയേഷൻ നമുക്ക് പറയാനായിട്ട് വലിയൊരു ഗ്രീക്ക് വേർഡാണ്, ഫിയേഴ്സിയൻ എന്നൊക്കെ പറയുന്നുണ്ട്. സോ ആ ദ്വീപിലെത്തുകയാണ്. ദെൻ നേക്കഡ് ആൻഡ് ഇൻ ഡിസ്പയർ, അപ്പോൾ നേക്കഡായിട്ടാണ് എത്തുന്നത്, കപ്പൽ തകർന്നിട്ടാണ് എത്തുന്നത്. ദെൻ ഇൻ ദ ഐസ് ഓഫ് നൗസിക്ക ആൻഡ് ഹെർ ഫ്രണ്ട്സ് ഹി ടുക്ക് ടെറിഫൈയിങ് ആൻഡ് ദേ തിങ്ക് ഹീ ഈസ് ലൈക്ക് ആൻ ഇൽ കെപ്റ്റ് ലയൺ. അപ്പോൾ ഇവൻ അവിടെ എത്തുമ്പോൾ, ആ ഒരു ഐലൻഡിൽ എത്തുമ്പോൾ അവിടുത്തെ ആളുകൾ
അവിടുത്തെ പെണ്ണാണ് നൗസിക്ക. അവളും അതുപോലെ തന്നെ അവരുടെ കൂട്ടുകാരികളുടെയും കണ്ണിൽ ഒഡീസസ് ആരായിട്ട് മാറുന്നു? ഒരു പേടിപ്പെടുത്തുന്ന ഒരാളായിട്ട് മാറുന്നു. അപ്പോൾ ഈ ഒഡീസസ് എന്ന് പറഞ്ഞ ആൾ ഇറ്റ്സ് ലൈക്ക് എ മോഡേൺ റെഫ്യൂജി ഹൂ അറൈവ്സ് ഇൻ ദ ഷോർ ഓഫ് ഗ്രീസ്. ഈ ഒഡീഷ്യസിനെ അമാൻഡ വിവരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആധുനിക കാലത്തെ അഭയാർത്ഥി, റെഫ്യൂജിയുടെ പോലെയാണെന്നാണ്. അവൻ ഗ്രീസിൽ എത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എത്തിപ്പെട്ടതൊരു ദ്വീപിലാണ്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഈ നൗസിക്കേനെയും കൂട്ടുകാരികളെയും കാണുന്നത്. ദെൻ അവിടെ വെച്ച് ഈ നൗസിക്ക വിചാരിക്കുന്നു പേടിപ്പെടുത്താൻ വന്ന ഏതൊരു ഭൂതം പോലെയുള്ള സംഭവമാണെന്ന്. ദെൻ he goes out after cattle or sheep, or it may be deer in the wilderness, and his belly is urgent upon him to get inside of a close steading and go for the sheep flocks. സോ ഇതിന് നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. പട്ടിണി കിടന്നിരുന്ന ഒരു സിംഹത്തെ പോലെയായിരുന്നു ഈ ഒഡീസസിൻ്റെ അവസ്ഥ. അതുപോലെ തന്നെ അവൻ്റെ കണ്ണുകൾ ഇങ്ങനെ ജ്വലിക്കുന്നുണ്ടായിരുന്നു. കന്നുകാലികൾ, അതായത് കാറ്റിൽസ്, അതുപോലെ തന്നെ ആടുകൾ, മാന് ഒക്കെ തിന്നാനുള്ള കൊതിയിലായിരുന്നു അവൻ. അവൻ വിശന്ന് കഴിഞ്ഞാൽ എന്താ തിന്നേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയിലായിരുന്നു അവൻ നടന്നിരുന്നത്. അതുപോലെ തന്നെ അവന് വിശക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ വിശപ്പിനൊരു വ്യഗ്രത ഉണ്ടെന്നാണ് പറയുന്നത്. സോ ഒഡീസിയസ് വാസ് റെഡി ടു ഫേസ് യങ് ഗേൾസ്. അതുകൊണ്ട് തന്നെ ഒഡീസിയസിനെ അവരെന്നെ ഫേസ് ചെയ്യാനായിട്ട് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അർജൻസി, വാട്ട് എ പ്രൊഫറ്റിക് വേർഡ്. അർജൻസി, ഇവിടെ അർജൻസി എന്താണ്? വിശപ്പാണ് പ്രശ്നം. Then and how contemporary it sounds today in light of a refugee crisis. Even mythical Odysseus can only assume his position as hero once he was washed and put on a clean clothes. അപ്പോൾ നമുക്ക് ഒരു ആധുനിക അഭയാർത്ഥിനെ കാണാൻ പറ്റുന്നു പറഞ്ഞു. പിന്നെ അവരെ കുളിപ്പിച്ച് ഭക്ഷണം കൊടുത്ത് അതുപോലെ തന്നെ അവരെന്നെ ഒരു ശരിയായ വസ്ത്രം ധരിപ്പിച്ചാൽ അവർ മനുഷ്യരായിത്തീരുമെന്നാണ് പറയുന്നത്. അതായത് മിത്തിക്കൽ ഒഡീസസിൽ നമുക്ക് കാണുന്നത് ഒരു ഹീറോയിക് ക്യാരക്ടറിനെയാണ്. ശരിക്കും അവർ സാധാ മനുഷ്യരെ പോലെ തന്നെയാണ്. നമ്മൾ സാധാരണക്കാരുടെ ഇടയിൽ പറയുന്ന പോലെ അയാളെ കുറിച്ച് വ്യാഖ്യാനിക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ഈ ലയൻ്റെ വിശപ്പാണ്, എന്തിനേയും കടിച്ചു കീറി തിന്നും, അങ്ങനെയൊന്നും പറയുന്നതിന് വേണം. അയാൾക്ക് നല്ല വിശപ്പുണ്ട്, അയാൾക്ക് ഇപ്പം എന്ത് കിട്ടിയാലും തിന്നും. അതുപോലെ തന്നെ അയാളെ ഒന്ന് വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ, അതായത് അയാളെ വാഷ് ചെയ്ത് അതുപോലെ തന്നെ ക്ലീൻ ക്ലോത്ത്സ് ഇട്ട് അയാൾക്ക് വേണ്ട ആഹാരമൊക്കെ കൊടുത്ത് ശരിയാക്കിയാൽ അയാളൊരു സാധാരണ മനുഷ്യനെ പോലെ ആയിത്തീരും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസിക്കൽ ലിറ്ററേച്ചറിനെയൊക്കെ ഡീകൺസ്ട്രക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അതായത് മോഡേൺ ഏജിലോട്ടാക്കി വായിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഇപ്പോൾ നമ്മളൊരു ഹാംലെറ്റിൻ്റെ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഹാംലെറ്റിനെ നമ്മളിപ്പോൾ ഒരു മോഡേൺ കാലഘട്ടത്തിൽ വായിക്കുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കണമെന്നാണ് പറയുന്നത്. ഹാംലെറ്റ് 2 seems bizarre in the eyes of Claudius and Gertrude, and Don Quixote is a madman to the villagers he encounters. When they ask him why he is wandering around in armor during peacetime, he presents himself as a wandering knight, an ambassador of God on earth. ഇപ്പോൾ ഹാംലെറ്റിനെടുത്തു കഴിഞ്ഞാൽ അവൻ്റെ കണ്ണുകളിൽ നമുക്ക് എന്ത് കാണാനായിട്ട് പറ്റും? ഒരു ജ്വലിക്കുന്ന പോലെ കാണാൻ പറ്റും. പക്ഷെ ജെട്രൂഡ് അതുപോലെ തന്നെ ക്ലോഡിയസ് ഇവരുടെയൊക്കെ കാഴ്ചപ്പാടിൽ ഹാംലെറ്റിനെ ഒരു ഭ്രാന്തനായിട്ട് അവർക്ക് തോന്നുന്നത്. കാരണം അവനിങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാണ്ട് കൺഫ്യൂഷനായി നടക്കുന്നു, എന്ത് പറയണം എന്നറിയുന്നില്ല. അപ്പോൾ ഒരാളുടെ ആ ഒരു അവസ്ഥേനെ മറ്റൊരാളുടെ കണ്ണിലൂടെ കാണുമ്പോൾ അത് ഭ്രാന്തായിട്ടാണ് തോന്നുക. അതുപോലെ തന്നെയാണ് ഈ ഒഡീസസിൻ്റെ അവസ്ഥ. ഈ വേറൊരു ദ്വീപിലെത്തിപ്പെട്ടപ്പോൾ എന്ത് ചെയ്യണം, വിശന്നിട്ടും വയ്യ, അപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഭ്രാന്തമായ ഒരവസ്ഥയാണ്. അപ്പോൾ അതിന് മറ്റുള്ളവർക്ക് ശരിക്കും മെൻ്റലി പ്രശ്നമുള്ള പോലെയായിട്ട് തോന്നുന്നു. ദെൻ ഡോൺ ക്വിഹോട്ടിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അതൊരു മാഡ് മാനാണ് വില്ലേജേഴ്സിനൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് സ്വയം തോന്നുന്നത് എന്താണ്? ഒരു വാണ്ടറിങ് നൈറ്റാണ്, ആൻ അംബാസിഡർ ഓഫ് ഗോഡാണ്, ദൈവം അയച്ച ഒരു അംബാസിഡറാണെന്നാണ് ഡോൺ ക്വിഹോട്ടിൻ്റെ സ്വന്തമായിട്ടുള്ള അഭിപ്രായം. അപ്പോൾ അയാളത് തെളിയിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ മറ്റുള്ളവർക്ക്, എസ്പെഷ്യലി വില്ലേജേഴ്സിന് അയാളൊരു ഭ്രാന്തനാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെയാണ് ഗോദയുടെ വേർദർ is crazy with love and sends his servant to
Lotte's house merely so he can have someone close by who he says have been close to her too. സോ ഇവിടെ പറയുന്നത് ഗോദയുടെ ക്യാരക്ടറിനെ കുറിച്ചിട്ടാണ്. ബർദർ. അപ്പോൾ ഈ ബർദറിന് എന്താണ്, പ്രേമം മൂലം ഭ്രാന്തിലാന്ന് പറയില്ലേ, പ്രേമിച്ച് വട്ടായി എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയാണ് ബർദറിനുള്ളത്. അപ്പോൾ ഈ ഷാർലറ്റിൻ്റെ അടുത്തേക്ക് അവൻ തൻ്റെ സെർവൻറ്റിനെ അയക്കുന്നുണ്ട്. എന്നിട്ട് അയച്ചത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ കാമുകിയുടെ സാമീപ്യം അനുഭവിച്ച ഒരാൾ തൻ്റെ കൂടെ ഉണ്ടാവുമല്ലോ എന്നൊരു ചിന്തയിൽ അവനെപ്പോഴും അവൻ്റെ സെർവൻറ്റിനെ അവൻ്റെ കാമുകിയുടെ അടുത്തേക്ക് അയക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം അത്രയും പ്രേമമായിരുന്നു, സ്നേഹത്തിൽ കണ്ണ് കാണാത്തൊരവസ്ഥ, ഭ്രാന്തമായ ഒരവസ്ഥ, ക്രേസി അബൌട്ട് ലവ് എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയായിരുന്നു ബർദറിൻ്റേത്. അപ്പോൾ മറ്റുള്ളവർക്ക് അത് കാണുമ്പോൾ ശരിക്കും അവന് വട്ടാണ് എന്നാണ് ഫീൽ ചെയ്യുന്നത്. The characters in these books who encounters those paradigmatic heroes as lovers, rivals, servants, friends, or random passers-by think the way we have been taught to think when we encounter something unusual, exaggerated, or foreign. Odysseus is a filthy, shipwrecked sailor. Hamlet is ghost. Don Quixote is walking on clouds, and Werther is ruled by an unhealthy passion. സോ നമ്മൾ ഈ ക്യാരക്ടേഴ്സൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവരിൽ പ്രേമിക്കുന്നവരും അതുപോലെ തന്നെ റൈവൽസ്, എതിരാളികളും അതുപോലെ തന്നെ കൂട്ടുകാരും ഒക്കെ ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ അവരുടെ രീതിയിൽ ചിന്തിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. അപ്പോൾ അസാധാരണമായിട്ടും അതുപോലെ തന്നെ വിദേശികളും ഒക്കെ ആയിട്ട് പെരുപ്പിച്ച് കാണിക്കുന്നവരൊക്കെ ആയിട്ടാണ് നമുക്ക് അവരെ കാണാനായിട്ട് പറ്റുക. കപ്പൽ ദുരന്തത്തിൽ ഷിപ്പ്രക്കിൽ അകപ്പെട്ട ഫിൽത്തി, അതായത് വൃത്തിഹീനമായ ഒരാളാണ് ഒഡീസിയസ്. ദെൻ ഹാംലെറ്റ് ആണെങ്കിൽ ഗോസ്റ്റിനെ കണ്ടു, അതായത് അച്ഛൻ്റെ പ്രേതത്തിനെ കൊണ്ട് കൺഫ്യൂഷനായവൻ. ദെൻ ഡോൺ ക്വിഹോട്ടി ആണെങ്കിൽ വെറൊരു സ്വപ്നജീവിയാണ്, ഈ മേഘത്തിലൂടെ നടക്കുന്നതും ജെയിംസിനെ ആക്രമിക്കുന്നതും പ്രിൻസസിനെ രക്ഷിക്കുന്നതും ഒക്കെ സ്വപ്നം കണ്ട് നടക്കുന്ന ഒരു ജീവിയാണത്. പിന്നെ ബർദർ ആണെങ്കിൽ എന്താണ്, ലവ്, അൺഹെൽത്തി പാഷനിൽ ഒരു വട്ടായി പോലെ നടക്കുന്ന ഒരു ക്യാരക്ടറാണ് ബർദർ. സോ ഈ 4 ക്യാരക്ടേഴ്സിനെയും നമ്മുടെ ആധുനികമായ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അങ്ങനത്തെ ക്യാരക്ടേഴ്സിനെ നമുക്ക് കാണാനായിട്ട് പറ്റും. അവരുടേതായ രീതിയിൽ അത് ശരിയായിരിക്കാം, പക്ഷെ മറ്റുള്ളവരുടെ കണ്ണിൽ അതൊക്കെ ഭ്രാന്തായിട്ടേ തോന്നുള്ളൂ.